ബംഗാളിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ 142 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത്. മമതാ ബാനർജി മത്സരിക്കുന്ന ബബാനിപൂരിലും രണ്ടാം ഘട്ടത്തിലാണ്. നാളെയാണ് പോളിംഗ്. കൊൽക്കത്ത, ഹൗറ, ഹൂഗ്ലി അടക്കമുള്ള പ്രദേശങ്ങളിലും നാളെ പോളിംഗ് നടക്കും. KP അഭിലാഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, ഇന്നലെയൊക്കെ വലിയ അക്രമ സംഭവങ്ങൾ അവസാന ഘട്ടത്തിൽ ഏറെ നിർണായകമാണ്. SIRൻ്റെയൊക്കെ ഒരു എഫക്റ്റ് ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്ന മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. ന്യൂനപക്ഷ മേഖലകൾ കൂടിയുണ്ട്, നിരവധി മേഖലകളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉള്ള വിവരം ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ്. മമതയ്ക്ക് നിർണായകമാണ് നാളെ. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. കേരളം, തമിഴ്നാട്, അസം, പുതുച്ചേരി ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനാണ് നാളെ പരിസമാപ്തിയാകുന്നത്. പശ്ചിമ ബംഗാളിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആണ് നാളെ നടക്കുന്നത്. ഇതോടുകൂടി ഈ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാവുകയാണ്. ഈ 5 സംസ്ഥാനങ്ങളിൽ ഏറ്റവും വീറും വാശിയും നിറഞ്ഞ പോരാട്ടം തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ 2 ബ്രാൻഡുകൾ തമ്മിലാണ് പ്രധാനമായും ഏറ്റുമുട്ടുന്നത്. ഒന്ന് മോദി ബ്രാൻഡാണ് എങ്കിൽ മറ്റൊന്ന് ദീദി ബ്രാൻഡാണ് എന്നതാണ്. അങ്ങനെ ദേശീയ രാഷ്ട്രീയം കൂടി ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനാണ് നാളെ പശ്ചിമ ബംഗാളിൽ സമാപ്തിയാകുന്നത്. ആദ്യഘട്ടത്തിലെ കനത്ത പോളിംഗ് അത് ആവർത്തിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ SIR ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടത് പ്രധാനമായും പശ്ചിമ ബംഗാളിൽ ആയിരുന്നു. SIRലൂടെ ഏതാണ്ട് 90 ലക്ഷത്തോളം വോട്ടർമാർക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ പലരും നുഴഞ്ഞുകയറ്റക്കാർ ആണ് എന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും BJP ഉറച്ചു നിൽക്കുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലഘട്ടത്തിലെല്ലാം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് SIR തന്നെയായിരുന്നു. അതോടൊപ്പം ഭരണവിരുദ്ധ വികാരം, തൊഴിലില്ലായ്മ, അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ വീറും ആശയം നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കുട്ടിക്കലാശം ആയിരുന്നു ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറഞ്ഞത് ഉറപ്പായും പശ്ചിമ ബംഗാളിൽ BJP അധികാരത്തിൽ വരുമെന്നും മെയ് 4-ാം തീയതിക്ക് ശേഷം തനിക്ക് ഒരിക്കൽ കൂടി പശ്ചിമ ബംഗാളിലേക്ക് വരേണ്ടതായി വരും. അത് പശ്ചിമ ബംഗാളിൽ BJP സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വേണ്ടിയാണ് എന്നുമാണ്. അതേസമയം മമതാ ബാനർജി ആകട്ടെ അതേ നാണയത്തെ തിരിച്ചടിക്കുന്നു. ബംഗാളിനെ വിഭജിക്കുക, അങ്ങനെ അധികാരത്തിലേറി ബംഗാളിനെ 2ആയി മുറിക്കുക, ആ ലക്ഷ്യം നടക്കാൻ പോകുന്നില്ല. ഒരിക്കൽ കൂടി മമതാ ബാനർജിക്ക് കൃത്യമായ ആധിപത്യവും മേൽക്കൈയും പശ്ചിമ ബംഗാളിൽ നേടാൻ സാധിക്കും എന്നാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത്. അവിടെ രഞ്ജിത്ത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 142 മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളിൽ പലതും ഈ മമതാ ബാനർജിയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഉരുക്കു കോട്ടകൾ തന്നെയാണ് എന്നതാണ്. അവിടെയാണ് വലിയ മത്സരം നടത്താൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ തിരിച്ചുവരവ് നടത്താൻ സാധിക്കും എന്ന ഇടതുപക്ഷവും ആത്മവിശ്വാസം പുലർത്തുന്ന മണ്ഡലങ്ങൾ ഇത്തവണ ജനവിധി എഴുതുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. കൊൽക്കത്ത സൗത്ത്, കൊൽക്കത്ത നോർത്ത്, അതുപോലെ തന്നെ സൗത്ത് 24 പർഗനാസ് നഗർ, അതോടൊപ്പം തന്നെ നോർത്ത് 24 പർഗനാസ് നഗർ, ഒപ്പം ഹൂഗ്ലി, പൂർബ ബദർദൻ ഉൾപ്പെടെ ഉള്ള മേഖലകളിൽ ആണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ബാലിഗഞ്ചും റാഷ് ബഹാരിയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഇതിൽ ഉദാഹരണങ്ങളാണ്. അതായത് ആകെ വോട്ടർമാരുടെ 50%-ലധികം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട വോട്ടർമാർ ഉൾപ്പെടുന്ന മണ്ഡലങ്ങൾ ആണ് ഇവിടെ കാലങ്ങളായി ഇടതുപക്ഷത്തിൻ്റെ മേൽക്കൈയെ ഇല്ലാതാക്കുകയും അങ്ങനെ മമതാ ബാനർജി വിജയക്കൊടി പാറിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ അടക്കം കടന്നു കയറാനാണ് BJP ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. എന്തായാലും 3.21 കോടി വോട്ടർമാർ ആണ് പശ്ചിമ ബംഗാളിലെ രണ്ടാം ഘട്ടത്തിൽ. നാളെയാണ് പശ്ചിമ ബംഗാളിൽ നിർണായകമാണ് BJPക്കും മമതയ്ക്കും മറ്റും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.